ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മളെ മെഗാ ടെസ്റ്റ് അഥവാ ഫിൻ ടെസ്റ്റ് 2 അതിൽ നമ്മൾ +1 ബയോളജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എക്സാം ഉഷാറായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബോട്ടണിൻ്റെയും സുവോളജിയും ആ ക്വസ്റ്റ്യൻ ആൻസർ കീ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കീയിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് പോവാം. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുക. നിങ്ങൾ കുറച്ച് ആൻസറൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളേതായാലും ആൻസർ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും തെറ്റെന്തെങ്കിലുമൊക്കെ വരുത്തിയിക്കണോ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബോട്ടണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ബോട്ടണിയിൽ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഫസ്റ്റ് 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി വേണമെങ്കിൽ 4 അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതിനിപ്പോൾ ഏതെങ്കിലും തെറ്റിപ്പോയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനൊരു മാർക്ക് പോവില്ല. ബാക്കി 3 ശരിയാണെങ്കിൽ മാർക്ക് പോവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് 4 അറ്റൻഡ് ചെയ്യണം, നല്ലതായിരിക്കും. നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ മോഡിഫൈഡ് ദ സെൽ തിയറി? സെൽ തിയറി മോഡിഫൈ ചെയ്ത സയൻറ്റിസ്റ്റ് ആരാ? ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ആരാ സെൽ തിയറി മോഡിഫൈ ചെയ്തത്? പറയടാ, ആരാ സെൽ തിയറി മോഡിഫൈ ചെയ്തത്? റുഡോൾഫ് വിർഷോ അല്ലേ? പറയൂ, ആരാ സെൽ തിയറി മോഡിഫൈ ചെയ്തത്? റുഡോൾഫ് വിർഷോ. പറയടാ, ആരാ സെൽ തിയറി മോഡിഫൈ ചെയ്തത്? റുഡോൾഫ് വിർഷോ. ഓക്കെ, റുഡോൾഫ് വിർഷോ ആണ് 1855 എന്ത് ചെയ്യപ്പെട്ടത്, സെൽ തിയറി മോഡിഫൈ ചെയ്തത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്നാൽ നോക്കിക്കോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഡസ് DNA ഗെറ്റ് സിന്തസൈസ്ഡ്? DNA സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഫേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററത്തെ ക്വസ്റ്റ്യനാണ്. DNA സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ DNA റെപ്ലിക്കേഷൻ നടക്കുക. സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾ പറയും DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സെൽ സൈക്കിളിൻ്റെ ഫേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയുന്ന കാര്യമല്ലേ, എസ് ഫേസ്, അഥവാ അതിനെ നമ്മൾ വിളിക്കുന്ന ഫുൾ പേരാണെന്ത്, സിന്തസിസ് ഫേസ് എന്ന് വിളിക്കും. പറയാം മക്കളെ, എന്താ വിളിക്കുക? സിന്തസിസ് ഫേസ് അഥവാ എസ് ഫേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ വാക്സി തിക്ക് ലെയർ seen over the epidermis which prevents the loss of water. Anatomy of flowering plants എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, എപ്പിഡെർമിസിന് മുകളിൽ കാണപ്പെടുന്ന വാക്സി തിക്ക് ലെയർ ഏതാണ്? വിച്ച് പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ലെയർ. ഓക്കെ, നിങ്ങൾക്ക് അറിയണമാണല്ലോ, എപ്പിഡെർമിസിന് മുകളിലുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ലെയറിൻ്റെ പേരാണെന്ത്? ക്യൂട്ടിക്കിൾ. പറയും മക്കളെ, എന്താ വിളിക്കുക? ക്യൂട്ടിക്കിൾ. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയെ ഈസ്? റോഡോഫൈസിയെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, റെഡ് ആൽഗെ, റോഡോഫൈസിയെ. ഓക്കെ, റോഡോഫൈസിയൻ്റെ റിസർവ് ഫുഡ് അഥവാ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏത് രൂപത്തിലാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അല്ലേ? പറയടാ, ഏത് രൂപത്തിലുള്ളത്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ. ഓക്കെ, റോഡോഫൈസിയ റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്തൊക്കെ ഏത് രൂപത്തിലാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ. ഓക്കെ, ഇതാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും 9 അറ്റൻഡ് ചെയ്താൽ മതി. 10 അറ്റൻഡ് ചെയ്താലും പ്രശ്നമല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 9 മാർക്കിനും 9 ക്വസ്റ്റ്യൻസിൻ്റെയും മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം കേട്ടോ. 2 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? ഓക്കെ, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാലോ. ആംഫീബിയൻസ് നമ്മൾ പൊതുവേ ആരെ വിളിക്കാറുള്ളത്? നമ്മൾ അനിമൽ കിങ്ഡത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആരെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് വിളിക്കാറുള്ളത്? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംഫീബിയൻസ് എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാലോ, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് ആരാ? ബ്രയോഫൈറ്റ്സ് ആണ്. പറയാം മക്കളെ, ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ് എന്ത്? പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ്. നോക്കിക്കോളൂ, ഗീവ് റീസൺ. എന്തുകൊണ്ട് പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്ന് ബ്രയോഫൈറ്റ്സ് വിളിക്കുന്നു? ഓക്കെ, എന്താ അതിൻ്റെ റീസൺ? നിങ്ങൾക്കറിയാലോ, ദേ ക്യാൻ ലിവ് ഇൻ സോയിൽ. ഓക്കെ, ഇവർ സോയിലാണ് ജീവിക്കുക. ബട്ട് ഡിപ്പെൻസ് ഓൺ വാട്ടർ ഫോർ റീപ്രൊഡക്ഷൻ. പക്ഷെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഈ ബ്രയോഫൈറ്റ്സ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻസ് ഓൺ വാട്ടർ ഫോർ റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് ബ്രയോഫൈറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കും. പറ മക്കൾ, എന്താ വിളിക്കുക? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത് എന്തുകൊണ്ട് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് എഴുതിക്കൂടെ? ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമാറ്റ. ഓക്കെ, അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ഗാർഡ് സെൽസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ് ആൻഡ് മോണോക്കോട്ട് പ്ലാന്റ്സ് ഓർ ഗ്രാസസ്? മോണോക്കോട്ട് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? ഗ്രാസസ്. ഓക്കെ, നിങ്ങൾക്കറിയാം, നോക്കിക്കോളൂ. സ്റ്റൊമാറ്റൻ്റെ ഫംഗ്ഷൻ എന്താ? നോക്കണേ.
സ്റ്റൊമാറ്റ റെഗുലേറ്റ് the process of transpiration and gas exchange. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ഒരു പ്ലാന്റിൻ്റെ ട്രാൻസ്പിറേഷനും നിങ്ങൾക്കറിയാലോ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ലോസാണ്. ഓക്കെ, അപ്പോൾ ആ വാട്ടർ ലോസും ഗ്യാസ് എക്സ്ചേഞ്ചും റെഗുലേറ്റ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിനെ അല്ലെങ്കിൽ ലീഫ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൊമാറ്റ. പരമക്കളെ എന്താ വിളിക്കുക? സ്റ്റൊമാറ്റ. നിങ്ങൾക്കറിയാം സ്റ്റൊമാറ്റൻ്റെ ഒരു മെയിൻ ഭാഗമാണെന്ത്? ഗാർഡ് സെൽസ്. പരമക്കളെ എന്താ പേര്? ഗാർഡ് സെൽസ്. ഓക്കെ, അപ്പോൾ ഒരു ഡൈക്കോട്ട് പ്ലാന്റിലും മോണോക്കോട്ട് പ്ലാന്റിലും ഗാർഡ് സെൽസിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നു. ഓക്കെ, നമുക്കറിയുന്ന കാര്യമല്ലേ. ഒരു ഡൈക്കോട്ട് പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോളി. ഓക്കെ, ഒരു ഡൈക്കോട്ട് പ്ലാന്റിലും മോണോക്കോട്ട് പ്ലാന്റിലും ഗാർഡ് സെൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ, നമ്മളതിൻ്റെ ഫിഗർ അടക്കം പഠിച്ചിട്ടുണ്ടാവും. ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ ഗാർഡ് സെൽസ് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, രണ്ട് ബീൻ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ്. എന്നാൽ മോണോക്കോട്ട് പ്ലാന്റ് ആണെങ്കിലോ എങ്ങനെ നിൽക്കുക? രണ്ട് ഡംബൽ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ് അല്ലടാ. ഓക്കെ, എങ്ങനെ നിൽക്കുക? രണ്ട് ഡംബൽ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ ഗാർഡ് സെൽസ് ഏത് ഷേപ്പ്ഡാ? ബീൻ ഷേപ്പ്ഡ് ആണ്. പരമക്കളെ ഏത് ഷേപ്പ്ഡ് ഗാർഡ് സെൽസാ? ബീൻ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ് ആണ്. എന്നാൽ മോണോക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ ഏത് ഷേപ്പ്ഡ് ഗാർഡ് സെൽസാ? ഡംബൽ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ് ആണ്. പരമക്കളെ ഏത് ഷേപ്പ്ഡ് ഗാർഡ് സെൽസാ? ഡംബൽ ഷേപ്പ്ഡ് ഗാർഡ് സെൽസ്. അപ്പോൾ നമ്മൾ ആ സ്റ്റൊമാറ്റൻ്റെ ഫംഗ്ഷനും അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പും എഴുതി വെച്ചാൽ നമുക്ക് എന്താണ്? മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണെന്ത്? സ്റ്റൊമാറ്റൻ്റെ ഫംഗ്ഷനും പിന്നെ ഗാർഡ് സെൽസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സും മോണോക്കോട്ട് പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസുകളും. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബുള്ളിഫോം സെൽസ് ആൻഡ് റൈറ്റ് ദെയർ ഫംഗ്ഷൻ. ഓക്കെ, ബുള്ളിഫോം സെൽസ് എന്താണെന്ന് ചോദിക്കുന്നു, എന്നിട്ട് അവരുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നു. ഓക്കെ, എന്താ ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സം അഡാക്സിയൽ എപ്പിഡെർമിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ലീഫിന് അഡാക്സിയൽ എപ്പിഡെർമിസും ഉണ്ട്, അബാക്സിയൽ എപ്പിഡെർമിസും ഉണ്ട്. ഓക്കെ, സം അഡാക്സിയൽ എപ്പിഡെർമിസ് along the veins-ന്റെ ഭാഗത്തുള്ള അഡാക്സിയൽ എപ്പിഡെർമിസ് along the veins modify into a large empty colorless cells. ഓക്കെ, അവിടെയുള്ള സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ട് ഒരു ലാർജ് എംറ്റി കളർലെസ് സെൽസ് ആയിട്ട് മാറുന്നു. കോൾഡ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബുള്ളിഫോം സെൽസ്. പരമക്കൾ എന്താ വിളിക്കുക? ബുള്ളിഫോം സെൽസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അനാട്ടമി ഓഫ് ലീഫിൽ പഠിച്ചിട്ടുണ്ടാവും ബുള്ളിഫോം സെൽസിനെ കുറിച്ച്. ഓക്കെ, റൈറ്റ് ദെയർ ഫംഗ്ഷൻ. എന്താ ബുള്ളിഫോം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാലോ ബുള്ളിഫോം സെൽസിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാലോ. നമ്മളതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ, ബുള്ളിഫോം സെൽസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, വെൻ ബുള്ളിഫോം സെൽസ് അബ്സോർബ് വാട്ടർ. ഓക്കെ, നിങ്ങൾ നോക്കൂ, ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്താൽ ഓക്കെ എന്താ സംഭവിക്കുക? ദേ ആർ ടെർജിഡ്. പറഞ്ഞ അവരെന്തായിട്ട് മാറും? ടെർജിഡ് ആയിട്ട് മാറും. എന്താ ടെർജിഡ് എന്ന് പറഞ്ഞാൽ? വാട്ടർ മൊത്തത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുക. ഓക്കെ, കുറച്ചങ്ങോട്ട് അതിൻ്റെ എന്താ പറയുക തിക്നെസ് ഒക്കെ കൂടും. ഓക്കെ, ദേ ആർ ടെർജിഡ് ആൻഡ് ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. ഓക്കെ, എന്നിട്ട് ലീഫ് സർഫസ് എന്താവുന്നു? എക്സ്പോസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. ബുള്ളിഫോം സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്താൽ അവർ ടെർജിഡ് ആവുന്നു. ടെർജിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ മൊത്തത്തിൽ ഇൻടേക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ലീഫ് സർഫസ് ഈസ് എക്സ്പോസ്ഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വെൻ ബുള്ളിഫോം സെൽസ് ആർ ഫ്ലാക്സിഡ്. ഓക്കെ, വെൻ ബുള്ളിഫോം സെൽസ് ആർ ഫ്ലാക്സിഡ്. ഫ്ലാക്സിഡ് എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത കണ്ടീഷൻ. ഓക്കെ, ഡ്യൂ ടു വാട്ടർ സ്ട്രെസ്. വാട്ടർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ബുദ്ധിമുട്ട്. വാട്ടർ ഇല്ലാത്ത കണ്ടീഷൻ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദേ കേൾ ഇൻവേർഡ്സ്. ഓക്കെ, അവർ എന്ത് ചെയ്യുന്നു? കേൾ ഇൻവേർഡ്സ്. ഓക്കെ, അപ്പോൾ ടു മിനിമൈസ് വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓല് എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് ചുറ്റുന്നു. ദേ കേൾ ഇൻവേർഡ്സ് ടു മിനിമൈസ് വാട്ടർ ലോസ്. ഓക്കെ, ഇതാണ് എന്ത്? ബുള്ളിഫോം സെൽസ് എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, അവരുടെ ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിഡിൽ ലാമെല്ല ആൻഡ് പ്ലാസ്മോഡെസ്മാറ്റ? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താണ് മിഡിൽ ലാമെല്ല, എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താ മിഡിൽ ലാമെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നോക്കണേ, എന്താ മിഡിൽ ലാമെല്ല? ദേ ആർ മേഡപ്പ് ഓഫ്, മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? ദേ ആർ മേഡപ്പ് ഓഫ് കാൽഷ്യം പെക്റ്റേറ്റ്. ഓക്കെ, ദേ ആർ മേഡപ്പ് ഓഫ് കാൽഷ്യം പെക്റ്റേറ്റ്. കാൽഷ്യം പെക്റ്റേറ്റ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ദേ ആർ മേഡപ്പ് ഓഫ് കാൽഷ്യം പെക്റ്റേറ്റ് ആൻഡ് they glues the adjacent neighboring cells. Okay, they glues the adjacent neighboring cells. അടുത്തടുത്തുള്ള സെല്ലുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒട്ടിക്കുന്നു. അഡ്ജസൻറ്റ് നെയ്ബറിങ് സെൽസുകളെ ഒട്ടിക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് സെല്ല് ഇപ്പം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോളി. ഈ രണ്ട് സെല്ലുകളെ തമ്മിൽ ഒട്ടിപ്പിക്കുന്ന ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? മിഡിൽ ലാമെല്ല. പരമക്കൾ എന്താ വിളിക്കുക? മിഡിൽ ലാമെല്ല. ഓക്കെ, അപ്പം മിഡിൽ ലാമെല്ല എന്താണെന്നുള്ളത് കിട്ടി. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ക്വസ്റ്റിനാണ്. ഇനി അടുത്തത് പ്ലാസ്മോഡെസ്മാറ്റ. എന്താ പ്ലാസ്മോഡെസ്മാറ്റൻ്റെ ഫങ്ഷൻ? ദേ കണക്ട് സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ്. ഓക്കെ, അടുത്തടുത്തുള്ള സെല്ലുകളുടെ എന്ത് കണക്ട് ചെയ്യും? സൈറ്റോപ്ലാസം കണക്ട് ചെയ്യും. ദേ കണക്ട് സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ്. ഓക്കെ, അടുത്തടുത്തുള്ള സെല്ലുകളുടെ സൈറ്റോപ്ലാസം കണക്ട് ചെയ്യും ഫോർ ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സെല്ലുകൾക്കിടയിലുള്ള ഈ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത്? പ്ലാസ്മോഡെസ്മാറ്റ. പരമക്കൾ എന്താ വിളിക്കുക? പ്ലാസ്മോഡെസ്മാറ്റ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോർ പാർട്ട് ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല ഈസ് നോൺ ആസ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ സീലിയ ആൻഡ് ഫ്ലജല്ലൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിൽ സീലിയൻ്റെയും ഫ്ലജല്ലിൻ്റെയും കോർ പാർട്ടിന് എന്താ വിളിക്കുക എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, സീലിയൻ്റെയും ഫ്ലജല്ലിൻ്റെയും കോർ പാർട്ടിന് വിളിക്കുന്ന പേരാണെന്ത്? ആക്സോണീം. പരമക്കൾ എന്താ വിളിക്കുക? ആക്സോണീം. കോർ പാർട്ട് ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ലിനെ വിളിക്കുന്ന പേരാണെന്ത്? ആക്സോണീം. എന്നാ നോക്കി, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് അബൌട്ട് ദ അറേഞ്ച്മെന്റ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഇൻ സീലിയ ആൻഡ് ഫ്ലജല്ല ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, മൈക്രോട്യൂബ്യൂൾസ് രണ്ട് ടൈപ്പ് ഉണ്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നു. നിങ്ങൾക്കറിയാലോ, 2 types ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുള്ളതാ. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, 2 ടൈപ്പ് മൈക്രോട്യൂബ്യൂൾസ് ഉണ്ട്. ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ 2 മൈക്രോട്യൂബ്യൂൾസ് കിട്ടുകയാണ്. നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ചിട്ടുണ്ടാവും. ഏതൊക്കെ 2 ടൈപ്പ് മൈക്രോട്യൂബ്യൂൾസ്? ഒന്നാമത്തിൻ്റെ പേരാണെന്ത്? പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ്. പറയാം മക്കളെ, ഒന്നാമത്തിൻ്റെ പേരെന്താ? പെരിഫറൽ മൈക്രോട്യൂബ്യൂൾസ്. അതെങ്ങനെ കാണപ്പെടുക? പ്രസൻറ്റ് ആസ് 9 ഡബ്ലറ്റ്സ്. 9 ഡബ്ലറ്റ്സ് ആയിട്ടാണ്. എന്താ ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ? രണ്ടെണ്ണം കൂടിയിട്ടാണ് നിൽക്കുക. ഓക്കെ, അങ്ങനെ 9 ഡബ്ലറ്റുകൾ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തിൻ്റെ പേരാണെന്ത്? സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്. പറയാം മക്കളെ, രണ്ടാമത്തിൻ്റെ പേരെന്താ? സെൻട്രൽ മൈക്രോട്യൂബ്യൂൾസ്. അതിൻ്റെ പ്രത്യേകത എന്താ? അത് 2 സിംഗ്ലറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ, 2 സിംഗ്ലറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കാമെന്നൊരു നോക്കിക്കോണേ. ഈ മൈക്രോട്യൂബ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ 9+2 അറേ എന്ന് വിളിക്കും. പറയാം മക്കളെ, എന്താ വിളിക്കുക? 9+2 അറേ പറയും. അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? 9+2 അറേ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണെന്ത്? മൈക്രോട്യൂബ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുകയാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഓർഗനൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് 2 ഫംഗ്ഷൻ. ഇതാ ഒരു ഫിഗർ സിസ്റ്റേണെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ ഫിഗർ? നിങ്ങൾക്ക് അറിയാലോ, ഈ ഫിഗർ ആണെന്ത്? ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്നൊക്കെ എഴുതാം കേട്ടോ. ഗോൾഗി അപ്പാരറ്റസ്. റൈറ്റ് ഇറ്റ്സ് 2 ഫംഗ്ഷൻസ്. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ ഫംഗ്ഷൻ, ഒന്നാമത്തെ ഫംഗ്ഷൻ പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിന് എന്ത് ചെയ്യുക? പാക്ക് ചെയ്ത് വിടുക. ഓക്കെ, പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസ്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? രണ്ടാമത്തെ ഫംഗ്ഷൻ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. പറയാം മക്കളെ, എന്താ രണ്ടാമത്തെ ഫംഗ്ഷൻ? എന്താ? സിന്തസിസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോജൻ പ്ലസ് പ്രോട്ടീൻ ആണെന്ത്? ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഗ്ലൈക്കോജൻ പ്ലസ് ലിപ്പിഡ്സ് ആണെന്ത്? ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പോൾ ഈ സാധനങ്ങളെ സിന്തസൈസ് ചെയ്യുക, മെറ്റീരിയൽസിനെ പാക്കേജ് ചെയ്യുക. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതും കിട്ടി. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 11ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ഇൻ്റർഫേസ്
സെൽസ് പ്രിപ്പയർ ഫോർ സെൽ ഡിവിഷൻ. നിങ്ങൾക്ക് അറിയണ കാര്യം ഇൻ്റർഫേസിൽ സെല്ലുകൾ എന്താ ചെയ്യുക? പ്രിപ്പയേഴ്സ് ഫോർ സെൽ ഡിവിഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് 3 ഫേസസ് ഓഫ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസിൻ്റെ 3 ഫേസുകൾ ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ? ഒന്നിൻ്റെ പേരാണെന്ത്? G1 ഫേസ് അഥവാ ഗ്യാപ്പ് 1 ഫേസ്. രണ്ടാമത്തതോ എസ് ഫേസ്. മൂന്നാമത്തതോ G2 ഫേസ്. ഓക്കെ, അങ്ങനെ 3 ഫേസ് കേട്ടോ. G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ക്യുസെൻ്റ് സ്റ്റേജ്. ക്യുസെൻ്റ് സ്റ്റേജിൻ്റെ പെക്യുലാരിറ്റി എന്താ? ക്യുസെൻ്റ് സ്റ്റേജ് അഥവാ G0 സ്റ്റേജ് നമ്മൾ വിളിക്കും. ഓക്കെ, എന്താ ക്യുസെൻ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, സം സെൽസ്, some dividing cells exit cell cycle exit ചെയ്തിട്ട് and enter an inactive stage called G0 phase. ഓക്കെ, ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ എൻ്റർ ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? G0 ഫേസ്. എന്താ അത്തരം സെല്ലുകളുടെ പ്രത്യേകത? സച്ച് സെൽസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ്. ഓൽക്ക് മെറ്റബോളിസം നടക്കുന്നുണ്ട്, മെറ്റബോളിക്കലി ആക്റ്റീവ്, ബട്ട് ഡു നോട്ട് പ്രോലിഫറേറ്റ്. പ്രോലിഫറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യൂല. ഓക്കെ, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ് പക്ഷേ പ്രോലിഫറേറ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഇതാണ് എന്ത്? G0 ഫേസിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സിനാപ്സിസ്? എന്താണ് സിനാപ്സിസ്? ഓക്കെ, എന്താ സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സിനാപ്സിസ് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, it is the process in which, okay, it is the process in which two homologous chromosomes, രണ്ട് ഹോമലോഗസ് ക്രോമസോംസ്. എന്താണ് ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ കാണാൻ ഒരുപോലെയുള്ള ക്രോമസോമുകൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോംസ്. രണ്ട് ഹോമലോഗസ് ക്രോമസോംസ് പെയർ. ഓക്കെ, അവരൊരു പെയറായിട്ട് നിൽക്കുന്നു ബൈ എ കോംപ്ലെക്സ് കോൾഡ്. ഓക്കെ, ഒരു കോംപ്ലെക്സിൻ്റെ സഹായത്തോടു കൂടി, ഒരു പ്രോട്ടീൻ കോംപ്ലെക്സിൻ്റെ സഹായത്തോടു കൂടി അവർ പെയർ ആവുന്നു. ആ കോംപ്ലെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ്. മക്കൾ എന്താ വിളിക്കുക? സിനാപ്റ്റോണിമൽ കോംപ്ലെക്സ് എന്ന് വിളിക്കും. ഓക്കെ, നിങ്ങൾ നോക്കി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഡസ് ഇറ്റ് ഒക്കർ? സിനാപ്സിസ് നടക്കുന്ന പ്രോഫേസ് 1ൻ്റെ സബ്സ്റ്റേജ് ഏതാണെന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ് സബ്സ്റ്റേജ്? സൈഗോട്ടീനിലല്ലേ? മക്കളെ ഏതാ സബ്സ്റ്റേജ്? സൈഗോട്ടീൻ. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാക്കൈനസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാ. ഓക്കെ, അപ്പോൾ ഇതിൽ സൈഗോട്ടീനിലാണ് എന്താ നടക്കുക? സിനാപ്സിസ് നടക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. പിലി ആൻഡ് ഫിംബ്രിയെ ആർ സർഫസ് സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ബാക്ടീരിയൽ സെൽസ്. ഡിഫറൻഷിയേറ്റ് ദി സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എന്താണ് പിലി? നോക്കിക്കോളി, എന്താ പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നീളത്തിലുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണെന്ത്? പിലി. അടുത്തത് എന്താണ് ഫിംബ്രിയെ? ഫിംബ്രി എന്താ? ഫിംബ്രിയെ സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ്, ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിന്ന് പുറമേക്ക് നിൽക്കുന്ന ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ്. ഓക്കെ, ഫൈബർ പോലത്തെ, ബ്രഷിൻ്റെ നാര് പോലത്തെ സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളി. അതിമൊന്ന് ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? പിലി. അതല്ല, ഇങ്ങനെ ബ്രിസിൽ ലൈക്ക് ബ്രഷിൻ്റെ നാര് പോലെ ഒരുപാട് ഫൈബേഴ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിംബ്രിയെ. മക്കളെ എന്താ വിളിക്കുക? ഫിംബ്രിയെ. രണ്ടിൻ്റെ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അറ്റാച്ച്മെൻറ്റിനാണ് സഹായിക്കുക. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് ടു ദ റോക്സ് ഇൻ സ്ട്രീംസ് ഓർ ഹോസ്റ്റ് ടിഷ്യൂസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പിലിൻ്റെയും ഫിംബ്രിയൻ്റെയും സ്ട്രക്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, രണ്ടിനും ഒരേ ഫംഗ്ഷനാണ് കേട്ടോ, ഫംഗ്ഷനലി സിമിലർ ആണ്. പിന്നെ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ പറയാം, കാരിയോകൈനസിസ് ഓഫ് മൈറ്റോസിസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 സ്റ്റേജസ്. നെയിം ദ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കാരിയോകൈനസിസിൻ്റെ 4 സ്റ്റെപ്പ് നമുക്കറിയാം. ഏതൊക്കെ 4 സ്റ്റെപ്പ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതിൽ സെക്കൻഡ് തേർഡ് സ്റ്റെപ്പാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അതായത് ഏതാ സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പ് മെറ്റാഫേസ് അല്ലേ? ഓക്കെ, പിന്നെ തേർഡ് സ്റ്റെപ്പ് ഏതാ? അനാഫേസ് അല്ലേ?
4 സ്റ്റെപ്പ് നമുക്കറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ, നെയിം ദ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് ചോദിച്ചിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് മെറ്റാഫേസ്, തേർഡ് സ്റ്റേജോ അനാഫേസ്. പിന്നെ ചോദിച്ചിരിക്കുന്നു റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സെക്കൻഡ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ എന്തെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാം. മെറ്റാഫേസിൻ്റെ 2 ഫീച്ചേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ ഫീച്ചർ ഞാൻ പറയാണ്, ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ. ഓക്കെ, ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ. ക്രോമസോംസ് ഇങ്ങനെ ഇക്വേറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? അലൈൻ ചെയ്യുന്നു. നിങ്ങൾ കിട്ടണം, ക്രോമസോംസ് ഇങ്ങനെ നടുക്ക് പോയിട്ട് അറേഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ ക്രോമസോംസ് ആർ ഈസിലി വിസിബിൾ അണ്ടർ ദ മൈക്രോസ്കോപ്പ്. ദിസ് ഈസ് ദ ഒൺലി സ്റ്റേജ്. ക്രോമസോമിനെ ക്രോമസോമായിട്ട് വ്യക്തമായിട്ട്, ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സ്റ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? മെറ്റാഫേസ് ആണ്. ഓക്കെ, ക്രോമസോംസ് ആർ ഈസിലി വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം. ഓക്കെ, ഒരു പോയിന്റ് കൂടി പറയുകയാണ്, അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോംസ്. ക്രോമസോംസിൻ്റെ കൈനറ്റോകോറിലേക്ക് എന്ത് അറ്റാച്ച് ചെയ്യുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്ത്? 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നോക്കാം. അപ്പോൾ അതോടുകൂടി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. നിങ്ങൾക്കറിയാലോ മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസാണ് ചോദിക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് 2 ഡോട്ടർ സെൽസ്. 2 ഡോട്ടർ സെൽസ് ആണ് മൈറ്റോസിൽ ഉണ്ടാവുക. ഓക്കെ, വിത്ത് ഐഡൻറ്റിക്കൽ ജീനോം, ഒരേപോലത്തെ ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഐഡൻറ്റിക്കൽ ജീനോമുള്ള 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും മൈറ്റോസിസിൽ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ഞാൻ പറയാണ്, വിത്ത് ഐഡൻറ്റിക്കൽ ജീനോം. ഓക്കെ, അടുത്ത പോയിന്റ് ഞാൻ പറയാണ്, ഇറ്റ് മെയിൻറ്റെയിൻസ് the nucleocytoplasmic ratio എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, സെൽ റിപ്പയറിനും റീപ്ലേസ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നു. ഓക്കെ, സെൽ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റിന് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2, 3, 4, 5 സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു 3 എഴുതുക. അപ്പോൾ ഇതാണ് എന്ത്? മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസിൻ്റെ മേജർ സിഗ്നിഫിക്കൻസാണ് പഠിച്ചത്. ഓക്കെ, സെൽ റിപ്പയറിനും റീപ്ലേസ്മെൻറ്റിനും സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഡോട്ടർ സെൽസിൻ്റെ എണ്ണം വിത്ത് ഐഡൻറ്റിക്കൽ ജീനോം. ഓക്കെ, പിന്നെ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ക്രോമസോം നമ്പർ. ഓക്കെ, ക്രോമസോമിൻ്റെ നമ്പർ എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. അതുകൊണ്ടാണല്ലോ മൈറ്റോസിസിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. മൈറ്റോസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വേഷണൽ ഡിവിഷൻ. പറയും മക്കളെ, മൈറ്റോസിസിനെ വിളിക്കുന്ന പേരെന്താ? ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, ഇതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നോക്കുക 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻസ് സ്മോൾ സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെയിം ദ സ്ട്രക്ചേഴ്സ്. ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്മോൾ സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ആ സ്ഫെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ? അതിൻ്റെ പേരാണ് മക്കളെ ന്യൂക്ലിയോലസ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയോലസ് ഉണ്ട്. പറയാം മക്കളെ, എന്താ ഉള്ളത്? ന്യൂക്ലിയോലസ്. എന്നിട്ട് നമ്മൾ പറയാം, നെയിം ദ ഓപ്പണിംഗ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന ഓപ്പണിങ്ങിൻ്റെ പേരെന്താ? ആൻഡ് സ്റ്റേറ്റ് ദെയർ ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന ഓപ്പണിങ്ങിൻ്റെ പേരാണ് മക്കളെ ന്യൂക്ലിയർ പോർ. പറയാം മക്കളെ, എന്താ ഓപ്പണിങ്ങിൻ്റെ പേരെന്താ? ന്യൂക്ലിയർ പോർ. അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണ്. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? ന്യൂക്ലിയർ പോറിൻ്റെ ഫംഗ്ഷൻ മൂവ്മെൻറ്റ് ഓഫ് RNA and proteins between the nucleus and cytoplasm. ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെ ഇടയിൽ RNA-നെയും പ്രോട്ടീനെയും മൂവ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും. ഏത് സ്ട്രക്ചർ? ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന ന്യൂക്ലിയർ പോർ കേട്ടോ. ആയിക്കൂടെയാണ് RNA-യും പ്രോട്ടീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു RNA ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോട്ടീൻസിന് ഉണ്ടാക്കാൻ റൈബോസോം എവിടെയുള്ളത്? അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ പോർ കൂടെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാം. അതാണ് ഫംഗ്ഷൻ, ന്യൂക്ലിയർ പോറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കൂ. 17. ല്യൂക്കോപ്ലാസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റോർഡ് ഫുഡ്. ഓക്കെ,
വിച്ച് ആർ ദേ? നിങ്ങൾക്കറിയാലോ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ 3 ടൈപ്പാണ് ഏതൊക്കെ? ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് മക്കളെ അമൈലോപ്ലാസ്റ്റ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അമൈലോപ്ലാസ്റ്റ് ഉണ്ട്. രണ്ടാമത്തതോ എലായോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തതോ അല്യൂറോപ്ലാസ്റ്റ് ഉണ്ട്. അമൈലോപ്ലാസ്റ്റ് ഉണ്ട്, എലായോപ്ലാസ്റ്റ് ഉണ്ട്, അല്യൂറോപ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താ അമൈലോപ്ലാസ്റ്റിൻ്റെ പ്രത്യേകത? അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്സ്. പറ മക്കളെ, അമൈലോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്ത് വെക്കുക? കാർബോഹൈഡ്രേറ്റ്സ് അഥവാ സ്റ്റാർച്ച്. ഓക്കെ, എന്നാൽ എലായോപ്ലാസ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് സ്റ്റോർഡ് ഫുഡ് പ്രസന്റ് ഇൻ ദം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്താൽ പോകും കേട്ടോ. എലായോപ്ലാസ്റ്റ് എന്താ ചെയ്യുക? സ്റ്റോർ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്. ഓയിലും ഫാറ്റും പേരും തന്നെ കിട്ടും. എലായോ ഓയിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അടുത്തത് അല്യൂറോപ്ലാസ്റ്റ്. അല്യൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? സ്റ്റോർ പ്രോട്ടീൻസ്. പറഞ്ഞില്ല, അല്യൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീൻസ് ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അമൈലോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്യും. എലായോപ്ലാസ്റ്റ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, അല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. ഓക്കെ, അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും നമ്മൾ ഡിഫറൻസ് ചെയ്താൽ ഡിഫറൻസ് ഇങ്ങനത്തെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്. അനാട്ടമിയിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സാധനമാണിത്. ഓക്കെ, ഡിഫറൻസ് എഴുതാൻ പഠിക്കുക. നോക്കിക്കോളൂ, ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഡൈക്കോട്ട് ലീഫിൽ ഫസ്റ്റ് പോയിന്റ്, നമ്പർ ഓഫ് സ്റ്റൊമാറ്റ ആർ ഡിഫറൻറ്റ് ഇൻ ബോത്ത് എപ്പിഡെർമിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, മുകളിലുള്ള എപ്പിഡെർമിസ് നമ്മൾ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും താഴെയുള്ള എപ്പിഡെർമിസ് നമ്മൾ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 എപ്പിഡെർമിസിലും നമ്പർ ഓഫ് സ്റ്റൊമാറ്റ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, പിന്നെ എന്നാൽ അപ്പുറത്താണെങ്കിലോ നമ്പർ ഓഫ് സ്റ്റൊമാറ്റ ആർ സെയിം ഇൻ ബോത്ത് എപ്പിഡെർമിസ്. 2 എപ്പിഡെർമിസിലും നമ്പർ ഓഫ് സ്റ്റൊമാറ്റ സെയിം ആണ്. അതുകൊണ്ടാണ് മോണോക്കോട്ട് ലീഫ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോ ബൈലാറ്ററൽ ലീഫ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഐസോ ബൈലാറ്ററൽ ലീഫ് എന്നൊക്കെ വിളിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഡൈക്കോട്ട് ലീഫിലാണെങ്കിൽ മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു. മീസോഫിലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിക്കണ് എന്തായിട്ട്? മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അപ്പുറത്ത് പറയുകയാണെങ്കിൽ അപ്പുറത്ത് മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു. മീസോഫിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഡൈക്കോട്ട് ലീഫിൽ ബുള്ളിഫോം സെൽസ് ആബ്സെൻ്റ് ആണ്. ബുള്ളിഫോം സെൽസ് ആർ ആബ്സെൻറ്റ്. അപ്പുറത്തോ മോണോക്കോട്ട് ലീഫിലാണെങ്കിൽ ബുള്ളിഫോം സെൽസ് ആർ പ്രസൻറ്റ്. ബുള്ളിഫോം സെൽസ് എന്താണ്? പ്രസൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറയാണ് ഡൈക്കോട്ട് ലീഫിന് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ്. പറയാം മക്കളെ, ഡൈക്കോട്ട് ലീഫിന് എന്ത് വീനേഷനാ? റെറ്റിക്കുലേറ്റ് വീനേഷൻ. എന്നാൽ മോണോക്കോട്ട് ലീഫിനോ പാരലൽ വീനേഷൻ. പറയും, മോണോക്കോട്ട് ലീഫിന് എന്ത് വീനേഷനാ? പാരലൽ വീനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും അനാട്ടമിക്കലി ഉള്ള ഡിഫറൻസസ്. 4 ഡിഫറൻസ് എഴുതിക്കണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടോട്ടലി നമ്മുടെ ബോട്ടണിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ അതോടുകൂടി എന്ത് കഴിഞ്ഞു? ബോട്ടണി സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബോട്ടണി ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സുവോളജി ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, സുവോളജിയിലും ഇതുപോലെ ഇതേ പാറ്റേണിൽ സെയിം പാറ്റേണിൽ നമുക്ക് എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സുവോളജീൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ നോൺ ആസ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ നോൺ ആസ്. നമുക്കറിയുന്ന കാര്യമാണല്ലോ. പ്ലേറ്റ്ലെറ്റ്സിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ത്രോംബോസൈറ്റ്സ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ്റെ ക്വസ്റ്റ്യനാണ്. പ്ലേറ്റ്ലെറ്റ്സിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ത്രോംബോസൈറ്റ്സ്. പറയാം മക്കളെ, എന്താ വിളിക്കുക? ത്രോംബോസൈറ്റ്സ്. അപ്പോൾ അത് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക,
നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ വോളിയം ഇൻവോൾവ് ഇൻ ബ്രീത്തിങ് മൂവ്മെന്റ്സ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ക്വസ്റ്റ്യൻ. ബ്രീത്തിങ് മൂവ്മെന്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വോളിയം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താ? ഇൻസ്ട്രുമെന്റിന്റെ പേരാണെന്ത്? സ്പൈറോമീറ്റർ. പറയാം എന്താ ഇൻസ്ട്രുമെന്റിന്റെ പേര്? സ്പൈറോമീറ്റർ. കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ, ദ മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഐസ് ഓഫ് ഫ്രോഗ്സ് വൈൽ ഇൻ വാട്ടർ ഈസ് കോൾഡ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഫ്രോഗ് എന്നുള്ള ക്വസ്റ്റ്യനാ. ഓക്കെ, ഒരു ഫ്രോഗിന്റെ കണ്ണുകളെ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന മെംബ്രെയിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് ആ മെംബ്രെയിൻ്റെ പേര്? പറയാം മക്കളെ, മെംബ്രെയിൻ്റെ പേരാണെന്ത്? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. പറയാം മക്കളെ, മെംബ്രെയിൻ്റെ പേരെന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. പറയും, മെംബ്രെയിൻ്റെ പേരെന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം ഈസ് കോൾഡ്. ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യനാ. ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടിന് എന്താ വിളിക്കുക? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടിന് വിളിക്കുന്ന പേരാണെന്ത്? അപ്പോ എൻസൈം. പറയും മക്കളെ, എന്താ വിളിക്കുക? അപ്പോ എൻസൈം എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 5 മുതൽ 14 വരെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസാ നോക്കാട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ ബ്രീത്തിങ് എന്നുള്ള ക്വസ്റ്റ്യനാ. ഓക്കെ, ഡിസ്ക്രൈബ് അബൌട്ട് ദ ഫോളോയിങ് ഡിസോർഡേഴ്സ്. ആസ്മ. ഓക്കെ, എന്താണ് ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കി, ആസ്മ it is caused due to. ഓക്കെ, എന്തോ നോക്കിക്കോളൂ. ആസ്മ എന്താ കോസ് ചെയ്യുക? ഇറ്റ് കോസസ് വീസിങ്. ഓക്കെ, എന്താ വീസിങ് എന്ന് പറഞ്ഞാൽ? വലിവ്. ഓക്കെ, ഇങ്ങനെ വലിക്കൂലേ ആസ്മ ഉള്ള ആൾക്കാർ? ഓക്കെ, വലിവ് ഉണ്ടാവുക. വീസിങ് എന്തുകൊണ്ട്? ഡ്യൂ ടു എന്തുകൊണ്ടാണ് വരുന്നത്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് കാരണം ഉണ്ടാവുന്ന വീസിങ്, വലിവ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആസ്മ. പറയും മക്കൾ, എന്താ വിളിക്കുക? ആസ്മ. ഓക്കെ, അടുത്തത് എംഫീസിമ. ഓക്കെ, എംഫീസിമ ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസോർഡർ. ക്രോണിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഓക്കെ, പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അസുഖം. ഓക്കെ, ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ്. ആൽവിയോളൈൻ്റെ വാളുകൾ എന്തായി പോകുന്നു? ഡാമേജ് ആയി പോകുന്നു. ഓക്കെ, ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ആൻഡ് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, റെസ്പിറേറ്ററി സർഫസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആൽവിയോളൈൻ്റെ വാളുകൾ എന്തായി പോകും? ഡാമേജ് ആയി പോകും. റെസ്പിറേഷൻ്റെ സർഫസ് ഒക്കെ എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഓക്കെ, എംഫിസിമൻ്റെ റീസൺ കോസ് നമുക്കറിയാം. എന്താ എംഫിസിമൻ്റെ കോസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എംഫിസിമൻ്റെ കോസ് ആണെന്ത്? സിഗരറ്റ് സ്മോക്കിംഗ്. പറയാം മക്കളെ, എന്താ എംഫിസിമൻ്റെ കോസ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്ത്? എംഫിസിമൻ്റെ കോസ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മെയിൽ ഫ്രോഗ്സ് യുറേറ്റേഴ്സ് ആക്ട് ആസ് യൂറിനോജെനൈറ്റൽ ഡക്ട്. ഈസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ഓൾസോ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ യൂറിനോജെനൈറ്റൽ ഡക്ട് എന്ന് പറഞ്ഞാൽ? യൂറിനോ എന്ന് പറഞ്ഞാൽ യൂറിൻ, ജെനൈറ്റൽ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ്. ഓക്കെ, നമുക്കറിയാലോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഒരു മെയിൽ ഫ്രോഗിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു മെയിൽ ഫ്രോഗിന്റെ കിഡ്നി ഇതാണെന്ന് വിചാരിച്ചോളി. ഓക്കെ, കിഡ്നി എന്നാണ് എന്ത് വരുന്നത്? യുറേറ്റർ, പിന്നെ യൂറിനറി ബ്ലാഡർ, ക്ലയാക്ക. ഓക്കെ, അതിൽ ഇവിടെയാണ് എന്തുള്ളത്? ടെസ്റ്റിസ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ടെസ്റ്റിസ് റിലീസ് ചെയ്യുന്ന സ്പേം ഈ യുറേറ്റർ കൂടെയാണ് പോവുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഫ്രോഗിൽ ബോത്ത് യൂറിൻ ആൻഡ് sperm are transported through യുറേറ്റേഴ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. സോ അതുകൊണ്ട് മെയിൽ ഫ്രോഗിൻ്റെ കേസിൽ നമ്മൾ പറയും യുറേറ്റേഴ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? യൂറിനോജെനൈറ്റൽ ഡക്റ്റ്. പറയാം മക്കളെ, യുറേറ്റേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുക? യൂറിനോജെനൈറ്റൽ ഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ ഒരു ഫീമെയിൽ ഫ്രോഗിൻ്റെ കേസിൽ ഡയറക്റ്റ് ഈ ഓവത്തുനിന്ന് ഡയറക്റ്റ് ക്ലോയാക്കയിലേക്ക് ഒരു കണക്ഷനാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ യുറേറ്റേഴ്സ് കൂടെ എന്ത് മാത്രമേ പോവുള്ളൂ? യൂറിൻ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുള്ളൂ. only urine is transported through ureters. ഓക്കെ, യുറേറ്റേഴ്സ് കൂടെ യൂറിൻ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ
യുറേറ്റേഴ്സ് ഡസൻറ്റ് ആക്ട് ആസ്, യുറേറ്റേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യൂല, യൂറിനോജനൈറ്റൽ ഡക്റ്റായിട്ട് ആക്ട് ചെയ്യൂല. യുറേറ്റേഴ്സ് കൂടെ യൂറിൻ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. ഇതാണ് എന്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് അമണോട്ടലിസം ആൻഡ് യൂറിയോട്ടലിസം വിത്ത് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. നമുക്കറിയാലോ എന്താ അമണോട്ടലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അമണോട്ടലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ. ഓക്കെ, അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അമണോട്ടലിസം. ഓക്കെ, പിന്നെ നമുക്കറിയാം അമണോട്ടലിസത്തിൽ അമോണിയാണ് എന്ത്? മോസ്റ്റ് ടോക്സിക് ഫോം. ഓക്കെ, മോസ്റ്റ് ടോക്സിക് ഫോം ആണ് ആൻഡ് റിക്വയേഴ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. ഒരു ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭൂമിക്ക് വരുമ്പോൾ ടോക്സിസിറ്റി കൂടും. ഓക്കെ, ഇനി യൂറിയോട്ടലിസം ആണെങ്കിലോ എന്താ യൂറിയോട്ടലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ. ഓക്കെ, യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂറിയോട്ടലിസം. ഓക്കെ, അതിനൊരു മീഡിയം ടോക്സിസിറ്റിയാണ്. ഏറ്റവും ടോക്സിസിറ്റി കുറഞ്ഞത് യൂറിക് ആസിഡാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, മീഡിയം ടോക്സിസിറ്റി ആണ് ആൻഡ് റിക്വയേഴ്സ് എന്താ റിക്വയർഡ് ആയിട്ടുള്ളത്? എ മീഡിയം എമൗണ്ട് ഓഫ് വാട്ടർ. ഒരു മീഡിയം എമൗണ്ട് ഓഫ് വാട്ടർ അതിനെന്താണ്? റിക്വയർഡ് ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കി എക്സാമ്പിൾ നോക്കിക്കോളൂ. ഓക്കെ, അമണോട്ടലിസത്തിന് എക്സാമ്പിൾ ആരൊക്കെ? അമണോട്ടലിസത്തിന് എക്സാമ്പിൾ അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ട്, പിന്നെ അതേപോലെ ബോണി ഫിഷസ് ഉണ്ട്, അക്വാട്ടിക് ആംഫീബിയൻസ് ഉണ്ട്. 3 എക്സാമ്പിൾ, ഏതെങ്കിലും ഒന്ന് എഴുതാം. അതേപോലെ യൂറിയോട്ടലിസത്തിൻ്റെ എക്സാമ്പിൾ ആരൊക്കെയാ? മറൈൻ ഫിഷസ് ഉണ്ട്, മറൈൻ ഫിഷസ്, പിന്നെ ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ഉണ്ട്, പിന്നെയോ മാമൽസും ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? അമണോട്ടലിസവും യൂറിയോട്ടലിസവും വിത്ത് എക്സാമ്പിൾ. ഓക്കെ, അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫോളോയിങ്. പാൽമിറ്റിക് ആസിഡിൻ്റെ സെറിൻ്റെ സ്ട്രക്ചർ ചെയ്താൽ ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, എങ്ങനെ പാൽമിറ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ചെയ്താൽ നമുക്കറിയാലോ. CH3 CH2 14 ടൈംസ് COOH. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു പാൽമിറ്റിക് ആസിഡിൽ ടോട്ടൽ കാർബോക്സിൽ കാർബൺ അടക്കം ടോട്ടൽ 16 കാർബൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഇതാണ് പാൽമിറ്റിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. ഇനി സെറിൻ്റെ സ്ട്രക്ചർ. സെറിൻ, ഓക്കെ, നമുക്കറിയാം സെറിൻ ഒരു അമിനോ ആസിഡാണ്. ഇവിടെ മുകളിൽ H ഉണ്ട്, ഇവിടെ NH2 ഉണ്ട്, ഇവിടെ COOH ഉണ്ട്. സെറിൻ്റെ R ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? CH2OH അല്ലേ? ഇതല്ലേ സെറിൻ്റെ സ്ട്രക്ചർ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ എഴുതിയാൽ മാർക്ക് കിട്ടും. പാൽമിറ്റിക് ആസിഡിൻ്റെ സെറിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ ഓക്കെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്? ഓക്കെ, ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാ? നമുക്കറിയാലോ, SA നോഡ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പേരാണെന്ത്? സൈനോ ഏട്രിയൽ നോഡ്. ഓക്കെ, SA നോഡിനെ വിളിക്കുന്ന പേരാണെന്ത്? പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കും. ഓക്കെ, പേസ് മേക്കർ ഓഫ് ഹാർട്ട്. പിന്നെ നമ്മൾ പറയാം റൈറ്റ് ദ പാത്ത് വേ ഓഫ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഒരു ഹാർട്ടിൻ്റെ കണ്ടക്ടിങ് സിസ്റ്റത്തിൻ്റെ പാത്ത് വേ എഴുതാൻ ഓക്കെ വളരെ എളുപ്പത്തിൽ എഴുതിക്കൂടെ? ഫസ്റ്റ് വൺ SA നോഡ്. SA നോഡിൽ നിന്ന് പിന്നെ ആരാ കൊണ്ടുപോവുക? AV നോഡ്. ഓക്കെ, AV നോഡിൽ നിന്ന് ആര് കൊണ്ടുപോകും? AV ബണ്ടിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ബണ്ടിൽ ഓഫ് ഹിസ് എന്നും വിളിക്കും. AV ബണ്ടിലിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്താ? പർക്കിഞ്ചെ ഫൈബേഴ്സ്. പറയാം മക്കളെ, ലാസ്റ്റ് എന്താ? പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഓക്കെ, ഇതാണെന്ത്? പാത്ത് വേ ഓഫ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ഗ്രാഫ്. വാട്ട് ഡസ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്? ഓക്കെ, എന്താണ് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഈ ഗ്രാഫ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഗ്രാഫിൻ്റെ പേരല്ലടാ എന്ത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്കെ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കർവാ. ഓക്കെ, അതായത് ഗ്രാഫിൻ്റെ എക്സ് ആക്സിൽ എന്തുണ്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും വൈ ആക്സിലോ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 കണ്ടീഷൻസ് ഇൻ ദ ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. നിങ്ങൾക്ക് അറിയാലോ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാ? ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാ? ടിഷ്യൂസിൽ വെച്ചിട്ടല്ലേ?
ഈ ടിഷ്യൂസിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ 4 ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? ഒന്നാമത്തത് ഇൻക്രീസ്ഡ് PO2, രണ്ടാമത്തത് ഡിക്രീസ്ഡ് PCO2, പിന്നെയോ മൂന്നാമത്തത് ഡിക്രീസ്ഡ് H+ കോൺസെൻട്രേഷൻ, പിന്നെ നാലാമത്തത് ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സ് ആണെന്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ ഫോർമേഷന് ഫേവറബിൾ ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് the velocity of enzymatic reaction rises at first. After attaining maximum velocity, it is not exceeded by any further rise in concentration of the substrate. Why? Okay, substrate concentration കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രാഫൊക്കെ പഠിച്ചതാ. ഓക്കെ, അതായത് അങ്ങനെ ഒരു ഗ്രാഫ്, പിന്നെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ്. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇങ്ങനെ കൂടി വന്ന് ഒരു മാക്സിമത്തിലെത്തും. പിന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ആവില്ല. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് റീസൺ നമ്മൾ എഴുതണമല്ലോ, എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രേറ്റ്. എൻസൈം മോളിക്യൂൾസ് സബ്സ്ട്രേറ്റിനേക്കാൾ കുറവാണ്. And there are no free enzyme to bind with the substrate. സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആരില്ല, ഫ്രീ എൻസൈംസ് ഇല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് എപ്പോഴും സബ്സ്ട്രേറ്റിനേക്കാൾ കുറവായിരിക്കും ആര്, എൻസൈം മോളിക്യൂൾസ്. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആരില്ല, ഫ്രീ എൻസൈംസ് ഇല്ല. ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. നോക്കാട്ടോ, അടുത്ത നമ്മൾ പറയാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ടു ഒക്കർ, വാട്ട് ഷുഡ് ബി ദ RH ബ്ലഡ് ഗ്രൂപ്പ് കണ്ടീഷൻസ് ഓഫ് മദർ ആൻഡ് ഫീറ്റസ്? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നമ്മൾ പഠിച്ചതാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ. ഓക്കെ, ഒരു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കണം? RH നെഗറ്റീവ് ആയിരിക്കണ്ടേ. ഇനി കുട്ടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പോ, ഫീറ്റസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കണം? RH പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അമ്മേൻ്റെ ബോഡിയിലേക്ക് RH ആൻറ്റിജൻ വരിക. ഓക്കെ, പിന്നെ ബി, വാട്ട് ഈസ് ദ പ്രിവെൻഷൻ മെത്തേഡ് ഓഫ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? ഓക്കെ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ് എന്താ? ഇഞ്ചക്ഷൻ ഓഫ് anti-RH ആൻറ്റിബോഡി. ഓക്കെ, anti-RH ആൻറ്റിബോഡി ഇൻടു മദേഴ്സ് ബോഡി. അമ്മയുടെ ബോഡിയിലേക്ക് anti-RH ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, എപ്പോൾ കൊടുക്കണം? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി, ഒന്നാമത്തെ ഡെലിവറിക്ക് ശേഷം കൊടുക്കണം. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസ്. ഓക്കെ, കോർട്ടിക്കൽ നെഫ്രോണും ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. ഓക്കെ, നോക്കിക്കോളൂ, നമുക്കൊരു ടേബിൾ വരച്ച് തന്നെ എഴുതാം. കോർട്ടിക്കൽ നെഫ്രോൺസും ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസും തമ്മിലുള്ള വ്യത്യാസം. കോർട്ടിക്കൽ നെഫ്രോൺസും ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസ്. ഓക്കെ, എന്താണ് ഡിഫറൻസ്? കോർട്ടിക്കൽ നെഫ്രോൺസിൽ നമ്മൾ പറയില്ലേ, മോസ്റ്റ് പാർട്ട് ഓഫ് നെഫ്രോൺ ആർ ഇൻ കോർട്ടെക്സ് റീജിയൻ. നെഫ്രോണിൻ്റെ ഭൂരിഭാഗം പാർട്ടും എവിടെയാണുള്ളത്? കോർട്ടെക്സ് റീജിയനിലാണ്. ഓക്കെ, എന്നാൽ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിലോ മോസ്റ്റ് പാർട്സ് ഓഫ് നെഫ്രോൺ ആർ ഇൻ മെഡുല്ല റീജിയൻ. മെഡുല്ല റീജിയനിലാണ് എന്തുള്ളത്? നെഫ്രോൺസിൻ്റെ ഭൂരിഭാഗം പാർട്ടുള്ളത്. ഓക്കെ, ഇനി കോർട്ടിക്കൽ നെഫ്രോൺസിൽ രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ഷോർട്ട് ഹെൻലേസ് ലൂപ്പാ. പറയാം മക്കളെ, എന്താ ഉള്ളത്? ഷോർട്ട് ഹെൻലേസ് ലൂപ്പാ. എന്നാൽ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിലോ ലോങ് ഹെൻലേസ് ലൂപ്പാ. ഇവിടെ എന്താ ഉള്ളത്? ലോങ് ഹെൻലേസ് ലൂപ്പാ. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, വാസാറക്റ്റ ഈസ് ആബ്സെൻറ്റ് ഓർ ഹൈലി റെഡ്യൂസ്ഡ്. വാസാറക്റ്റ ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. ഓക്കെ, എന്നാൽ അപ്പുറത്തോ
വാസാറക്റ്റ ഈസ് പ്രസൻറ്റ് ആൻഡ് ലോങ്. നീളത്തിലുള്ള വാസാറക്റ്റ കാരണം ഹെൻലേസ് ലൂപ്പ് വലുതാണെങ്കിൽ അതിന് പാരലാണല്ലോ വാസാറക്റ്റ. എന്നാൽ ഇവിടെ ഹെൻലേസ് ലൂപ്പ് ചെറുതാ, അപ്പോൾ വാസാറക്റ്റയും എന്തായിരിക്കും? ചെറുതായിരിക്കും. ചിലപ്പോൾ വാസാറക്റ്റ ഉണ്ടാവുന്നില്ല. ഇനി നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് നെഫ്രോൺസാണ്? കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്, മോർ ഇൻ നമ്പർ. എന്നാൽ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസോ ലെസ് ഇൻ നമ്പർ. ഓക്കെ, അതിൻ്റെ എണ്ണം എന്താ? കുറവാ. ഇതാണ് എന്ത്? കോർട്ടിക്കൽ നെഫ്രോൺസും ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത നമ്മൾ പറയാം 14ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ IRV ആൻഡ് ERV, രണ്ടാമത്തത് IC ആൻഡ് EC. ഓക്കെ, എന്താ IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? IRVൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാലോ, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഓക്കെ, IRV എന്താ? IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ. Additional volume of air a person can inspire. A person can inspire by a forcible inspiration. By a forcible inspiration. Okay, അതായത് ഒരു ഫോസിബിൾ ഇൻസ്പിറേഷൻ നടത്തിയിട്ട് ഒന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന അഡീഷണൽ വോളിയം ഓഫ് എയർ. എത്ര അതിൻ്റെ വാല്യൂ വരിക? 2500 to 3000 ml ആണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, ഇനി ERV എന്താ? ERVൻ്റെ ഫുൾ ഫോം ആണെന്ത്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ERV. ഓക്കെ, ERVയിൽ എന്താ ERV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ a person can expire by a forcible expiration. ഓക്കെ, എന്നിട്ട് എന്താ? അതായത് ഒരു ഫോസിബിൾ എക്സ്പിറേഷൻ നടത്തി എത്രത്തോളം പുറത്തേക്ക് കളയാൻ പറ്റുമോ, അഡീഷണൽ ആയിട്ട് എത്രത്തോളം പുറത്തേക്ക് കളയാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ERV. ERVൻ്റെ വാല്യൂ എത്രയാ? 1000 to 1100 ml. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തത് IC ആൻഡ് EC. എന്താ ICൻ്റെ ഫുൾ ഫോം? ICൻ്റെ ഫുൾ ഫോം ആണെന്ത്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഓക്കെ, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. എന്താ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയാണ്. മറ്റേത് അഡീഷണൽ ആണെങ്കിൽ ഇത് ടോട്ടലാ. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ inspire. A person can inspire after a normal expiration. നോക്കൂ, ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ഒരു പേഴ്സണ് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയറിനെ വിളിക്കുന്ന പേരാണെന്ത്? IC അഥവാ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഓക്കെ, എന്താ IC? IC is equal to, ICൻ്റെ വാല്യൂ എന്താ? IC is equal to TV plus IRV. പറയാം മക്കളെ, ICൻ്റെ വാല്യൂ എന്താ? TV plus IRV. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ പറയാൻ പോണത് EC ആണ്. EC. ഓക്കെ, എന്താ EC എന്ന് പറഞ്ഞാൽ? എക്സ്പിരേറ്ററി കപ്പാസിറ്റി EC. എന്താ എക്സ്പിരേറ്ററി കപ്പാസിറ്റി? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ടോട്ടൽ വോളിയം ഓഫ് എയർ a person can expire after a normal inspiration. ഓക്കെ, നിങ്ങൾ നോക്കി ECൻ്റെ വാല്യൂ എത്ര? EC is equal to TV plus ERV. TV plus ERV ആണെന്ത്? EC, എക്സ്പിരേറ്ററി കപ്പാസിറ്റി. ഓക്കെ, ഇതാണെന്ത്? IRV, EV, IC, EC. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാ. നോക്കിക്കോളൂ കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ. ഓക്കെ, ഇതിനൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കിക്കോളൂ. ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂക്ലിയോസൈഡിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഓക്കെ, എന്തൊക്കെയാണുള്ളത്? പെൻറ്റോസ് ഷുഗർ
ആൻഡ് നൈട്രജൻ ബേസ്. പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസ് ഉള്ള സാധനങ്ങളാണെന്ത്? ന്യൂക്ലിയോസൈഡ്. എന്നാൽ എന്താ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതിലെന്തൊക്കെ ഉണ്ട്? പെൻറ്റോസ് ഷുഗർ ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസ് ഉണ്ട്, ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഈ മൂന്നെണ്ണമുള്ള സാധനമാണെന്ത്? ന്യൂക്ലിയോടൈഡ്. മക്കളെ എന്താ വിളിക്കുക? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്ത നമ്മൾ പറയാണ് പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളൂ. എന്താ പ്രൈമറി മെറ്റബോളൈറ്റിൻ്റെ പ്രത്യേകത? നോക്കിക്കോളൂ, എന്താ പ്രൈമറി മെറ്റബോളൈറ്റിൻ്റെ പ്രത്യേകത? They are utilized in primary metabolic processes. ഓക്കെ, പ്രൈമറി മെറ്റബോളിക് പ്രോസസ്സുകളിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന മെറ്റബോളൈറ്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി മെറ്റബോളൈറ്റ്. ഓക്കെ, ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ നോട്ടിൽ കുറേ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ ഇത് ഓരോന്നും ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി ആൻസർ. എന്താ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്? ദേ ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഒരു പ്രൈമറി മെറ്റബോളൈറ്റ് ഉണ്ടെങ്കിലേ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഉള്ളൂ. ഓക്കെ, പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്ന മെറ്റബോളൈറ്റ്സ് ആണെന്ത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാം ലിഗേസസ് ആൻഡ് ലയേസസ്. ഓക്കെ, എന്താ ലിഗേസസിൻ്റെ പ്രത്യേകത? ലിഗേസസ്, ഓക്കെ, ലിഗേസസ് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്ന ആൾക്കാരല്ലേ. ദേ കാറ്റലൈസ് joining of two compounds. രണ്ട് കോമ്പൗണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കാർബൺ ഓക്സിജൻ, കാർബൺ നൈട്രജൻ ബോണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ബോണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആര്? ലിഗേസസ്. എന്താ ലയേസസ്? ദേ കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്സ് from substrates by mechanisms other than hydrolysis. ഹൈഡ്രോളിസിസ് അല്ലാത്ത ഏതെങ്കിലും ഒരു മെക്കാനിസം വഴി ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ലയേസസ്. പറയാം മക്കളെ, എന്താ വിളിക്കുക? ലയേസസ്. അപ്പോൾ ലിഗേസ് പഠിച്ചു, ലയേസ് പഠിച്ചു. ഓക്കെ, ഇതാണ് ലിഗേസും ലയേസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. 16. റൈറ്റ് ദ പാത്വേ ഓഫ് പൾമനറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ഓഫ് ഡബിൾ സർക്കുലേഷൻ ഓഫ് ഹ്യൂമൻ ഹാർട്ട് വിത്ത് ഇറ്റ്സ് ഫങ്ഷൻസ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണല്ലോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഒന്നിൻ്റെ പേരാണ് മക്കളെ പൾമനറി സർക്കുലേഷൻ. പറയാം മക്കളെ, ഒന്നിൻ്റെ പേരെന്താ? പൾമനറി സർക്കുലേഷൻ. ഓക്കെ, എന്താ പൾമനറി സർക്കുലേഷൻ്റെ പാത്വേ? നമുക്കറിയുന്ന കാര്യമാണല്ലോ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് ആ സാധനം ഓർമ്മ ഉണ്ടാവും. ഹാർട്ട് ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ല, നോക്കിക്കോളൂ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡിനെ ആരെടുക്കും? പൾമനറി ആർട്ടറി എടുക്കും. ഓക്കെ, പൾമനറി ആർട്ടറിയിൽ നിന്ന് നേരെ അത് എങ്ങോട്ടാ പോവാ? ലങ്സിൽ നിന്ന് എങ്ങോട്ടാ പോവാ? പൾമനറി വെയിൻ. ഓക്കെ, പൾമനറി വെയിൻ പിന്നെ എങ്ങോട്ടാ? ലെഫ്റ്റ് ഏട്രിയം. ഇങ്ങനെയല്ലേ നമ്മൾ അതിൻ്റെ പാത്വേ പഠിച്ചത്? പൾമനറി സർക്കുലേഷൻ്റെ പാത്വേ. എന്നാൽ നോക്കൂ, അതിൻ്റെ ഫംഗ്ഷൻ എന്താ പൾമനറി പാത്വേൻ്റെ ഫംഗ്ഷൻ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇതാണ് പൾമനറി സർക്കുലേഷൻ്റെ പാത്വേ. ഇനി അടുത്തത് എന്താ? സിസ്റ്റമിക് സർക്കുലേഷനാണ്. സിസ്റ്റമിക് സർക്കുലേഷൻ കുറച്ചും കൂടി വലിയ സർക്കുലേഷനാണ്. എന്താ സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാത്വേ? ഫസ്റ്റ് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, എന്നിട്ട് അവിടുന്ന് ബ്ലഡ് എടുക്കുന്നു. ആര്? അയോട്ട നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ബോഡി പാർട്സിലേക്ക് അല്ലെങ്കിൽ ബോഡി ടിഷ്യൂസിലേക്ക്. ഓക്കെ, ബോഡി പാർട്സിൽ നിന്ന് ആ ബ്ലഡ് പിന്നെ നേരെ എങ്ങോട്ടാണ് പോവുക? ബോഡി പാർട്സിൽ നിന്ന് വീനാ കാവയിലേക്ക് പോകും. ഓക്കെ, വീനാ കാവയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോവുക? റൈറ്റ് ഏട്രിയം. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്കാണ് പിന്നീട് പോവുക. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? അതിൻ്റെ ഫംഗ്ഷനാണ് മക്കളെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്
പിന്നെ അതേപോലെ ന്യൂട്രിയൻസ്, ഹോർമോൺസ് എക്സെട്ര. ഓക്കെ, ഇതാണ് എന്ത് പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും തമ്മിലുള്ള പാത്വേയിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞു, പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷൻ്റെ പാത്വേയും പറഞ്ഞു. ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചാൽ 3 മാർക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദം. ഓക്കെ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് നോക്കിക്കോളൂ. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്? ഫസ്റ്റ് ഫാക്ടറാണ് മക്കളെ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ് നിങ്ങൾക്കറിയാലോ. പാർഷ്യൽ പ്രഷറിൻ്റെ കേസ് എന്താ? പാർഷ്യൽ പ്രഷറിൻ്റെ കേസ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് എന്ത് ചെയ്യും? കൂടി വരും. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ the pressure exerted by a എന്താ പാർഷ്യൽ പ്രഷർ? പറയാം മക്കളെ, എന്താ പാർഷ്യൽ പ്രഷർ? the pressure exerted by an individual gas. ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറാ. the pressure exerted by an individual gas in a mixture of gases. ഓക്കെ, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണെന്ത്? പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ്. ഇതാണ് ഫസ്റ്റത്തെ കേസ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസാണ്. പറയാം മക്കളെ, രണ്ടാമത്തെ ഫാക്ടർ എന്താ? സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്. ഓക്കെ, അവിടെ നമ്മൾ പറയാണ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ സൊല്യൂബിലിറ്റിക്ക് ഡയറക്ട്ലി എന്താണ്? പ്രൊപ്പോർഷണൽ ആണെന്ത്? റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പറയാണ് സൊല്യൂബിലിറ്റി ഓഫ് CO2 ഈസ് 20 to 25 times higher than that of O2. Higher than that of O2. So അതുകൊണ്ട് ഇറ്റ് ഡിഫ്യൂസസ് ഫാസ്റ്റർ. അതുകൊണ്ട് അതിനാണ് പെട്ടെന്ന് എന്ത് നടക്കുക? ഡിഫ്യൂഷൻ നടക്കുക. ഓക്കെ, മൂന്നാമത്തത് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് കഴിഞ്ഞ് മൂന്നാമത്തത് തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഓക്കെ, ആ കേസിൽ നമ്മൾ പറയാണ് റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഓക്കെ, അത് മാത്രം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ റേറ്റ് കുറയുക ചെയ്യുക. ഓക്കെ, പക്ഷേ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 millimeter. 3 ലെയേഴ്സ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്, ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്, എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 3 ലെയർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ തിക്നെസ് ഈസ് ലെസ് ദാൻ 1 millimeter. ഓക്കെ, ലാസ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയാണ് വാട്ട് ഈസ് GFR. ഓക്കെ, എന്താ GFRൻ്റെ ഫുൾ ഫോം? നിങ്ങൾക്കറിയാലോ. GFRൻ്റെ ഫുൾ ഫോം എന്താ? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് GFR. ഓക്കെ, എന്താ GFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് formed by kidneys per minute. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? GFR. അടുത്ത പോയിന്റ്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് GFR പ്രൊഡ്യൂസ്ഡ് ബൈ എ നോർമൽ ഹ്യൂമൻ ബീങ് ഇൻ 1 minute. ഒരു മിനിറ്റിൽ ഉണ്ടാക്കുന്ന GFRൻ്റെ എമൗണ്ട് എത്രയാ? 125 ml per minute അല്ലേ? ഓക്കെ, ആൻഡ് ഹൗ മച്ച് ഓഫ് ദം ഈസ് എക്സ്ക്രീറ്റഡ് ആസ് യൂറിൻ. ഓക്കെ, എന്നിട്ട് 125 ml per minute ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്രയാ? 180 liter per day. പക്ഷേ ഒരു ദിവസം എത്ര മാത്രമേ എക്സ്ക്രീറ്റ് ചെയ്യുന്നുള്ളൂ? 1 to 1.5 liter per day മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ ബാലൻസ് എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ദാറ്റ് ആർ നോട്ട് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ എന്ന് പറഞ്ഞാൽ only 1%, ഓക്കെ, ലെസ് ദാൻ 1% മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഫിൽട്രേറ്റിന് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ദാൻ 99% ഓഫ് ഫിൽട്രേറ്റ് ഈസ് അല്ലെങ്കിൽ അണ്ടർഗോസ്. എന്താ അണ്ടർഗോ ചെയ്യാന്നറിയോ? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. പറയാം മക്കളെ, എന്താ അണ്ടർഗോ ചെയ്യുക? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. പറയാം മക്കളെ, മോർ ദാൻ 99% ഓഫ് ഫിൽട്രേറ്റും എന്ത് അണ്ടർഗോ ചെയ്യും? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ അണ്ടർഗോ ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത്? ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ.
ഓക്കെ, അപ്പോൾ അതോടുകൂടി സുവോളജിൻ്റെ ഡിസ്കഷനും ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ തന്നെ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചൊക്കെ പ്രീവിയസ് ഇയറും ഉണ്ട്, കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ വേണം എക്സാമിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടുള്ളൂ. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം എഴുതുന്ന കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടണി സുവോളജി മൊത്തം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ ആൻസർ എഴുതണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണം, ഇത് വിലയിരുത്തണം, മൊത്തത്തിൽ കാണണം, വിലയിരുത്തണം. നിങ്ങൾ ഇതേപോലെ തന്നെ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതെല്ലാം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇനി ഉള്ള പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം അടുത്ത എക്സാമൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് വേണം, ഉത്തരങ്ങളൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.